വർഷം അവസാനത്തോടെ തൊഴിൽ അവസരങ്ങൾ ഇല്ലാതായേക്കുമെന്ന് റിപ്പോർട്ട്. എയുടെ സാങ്കേതിക വിദ്യാ വളർച്ചയോടെ ആഡി മേഖലയിലെ കോഡിംഗ് രീതികൾ ഈ വർഷം അവസാനത്തോടെ പൂർണ്ണമായും ഇല്ലാതായേക്കുമെന്ന് ടെസ്ല മേധാവി ഇലോണ് മസ്കിന്റെ മുന്നറിയിപ്പ്. ഒരു കോൺഫറൻസിൽ സംസാരിക്കവെയാണ് കോഡിംഗ് മേഖലയിലെ ഭാവി സംബന്ധിച്ച മസ്കിന്റെ നിർണായക പ്രവചനം. ടൂളുകളുടെ കടന്നുവരവ് ആഡി മേഖലയിലെ തുടക്കക്കാരായ ഉദ്യോഗാർത്ഥികളെ ഇതിനോടകം സാരമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എൻട്രി ലെവൽ തൊഴിൽ അവസരങ്ങളിൽ 35% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, പ്രോഗ്രാമിംഗ് മേഖലയിലാണ് തിരിച്ചടി ഏറ്റവും കൂടുതൽ ദൃശ്യമായത്. സാങ്കേതിക വിദ്യയുടെ വളർച്ച എൻട്രി ലെവലിലുള്ള പകുതിയോളം വൈറ്റ് കോളർ ജോലികളെ ഇല്ലാതാക്കും. തൊഴിലില്ലായ്മ നിരക്ക് 10 മുതൽ 20% വരെ വർദ്ധിക്കാൻ കാരണമാകും. വരുന്നത് വഴി മനുഷ്യർ ചെയ്യുന്ന ജോലികളുടെ വ്യാപ്തി കൂടുകയാണ് ചെയ്യുന്നതെന്നാണ് വിലയിരുത്തൽ. എങ്കിലും തുടക്കക്കാരായ ഐടി പ്രൊഫഷണലുകൾക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത്. യുടെ സാങ്കേതിക വിദ്യാ വളർച്ചയോടെ ആഡി മേഖലയിലെ കോഡിംഗ് രീതികൾ ഈ വർഷം അവസാനത്തോടെ പൂർണ്ണമായും ഇല്ലാതായേക്കുമെന്ന് ടെസ്ല മേധാവി ഇലോണ് മസ്കിന്റെ മുന്നറിയിപ്പ്. ഒരു കോൺഫറൻസിൽ സംസാരിക്കവെയാണ് കോഡിംഗ് മേഖലയിലെ ഭാവി സംബന്ധിച്ച മസ്കിന്റെ നിർണായക പ്രവചനം. ടൂളുകളുടെ കടന്നുവരവ് ആഡി മേഖലയിലെ തുടക്കക്കാരായ ഉദ്യോഗാർത്ഥികളെ ഇതിനോടകം സാരമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എൻട്രി ലെവൽ തൊഴിൽ അവസരങ്ങളിൽ 35% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, പ്രോഗ്രാമിംഗ് മേഖലയിലാണ് തിരിച്ചടി ഏറ്റവും കൂടുതൽ ദൃശ്യമായത്. സാങ്കേതിക വിദ്യയുടെ വളർച്ച എൻട്രി ലെവലിലുള്ള പകുതിയോളം വൈറ്റ് കോളർ ജോലികളെ ഇല്ലാതാക്കും. തൊഴിലില്ലായ്മ നിരക്ക് 10 മുതൽ 20% വരെ വർദ്ധിക്കാൻ കാരണമാകും. വരുന്നത് വഴി മനുഷ്യർ ചെയ്യുന്ന ജോലികളുടെ വ്യാപ്തി കൂടുകയാണ് ചെയ്യുന്നതെന്നാണ് വിലയിരുത്തൽ. എങ്കിലും തുടക്കക്കാരായ ഐടി പ്രൊഫഷണലുകൾക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത്.